ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് നല്ല സോഫ്റ്റായ ഇടിയപ്പം ഉണ്ടാക്കാം. ചിലർ നൂൽപുട്ടെന്നാണ് പറയുന്നത്. അതിനായിട്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും നെയ്യും കൂടെ മിക്സ് ചെയ്ത് മാവിലേക്ക് നല്ലപോലെ വെട്ടിത്തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ വെട്ടിത്തിളയ്ക്കണം വെള്ളം. ആ വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് മാവിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിന് ഒഴിച്ചു കൊടുക്കണം. കുഴച്ചെടുത്ത മാവ് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. വെച്ചേക്കുന്ന സമയത്ത് അത് അടച്ചു വെക്കാൻ മറക്കരുതേ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. സേവനാഴി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അച്ച്. അതിൻ്റെ ചില്ല് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മാവ് കുറേച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് അല്പം തേങ്ങ എല്ലാ തട്ടിലും ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് മാവ് പീച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ തട്ടിലേക്ക് മാവൊക്കെ പീച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 7 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ ഇടിയപ്പമൊക്കെ അടുപ്പിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായി ഇടിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം. നമ്മുടെ ഇടിയപ്പം നമുക്കിഷ്ടമുള്ള കറികൾ കൂട്ടി ചൂടോടെ കഴിക്കാം. ഇടിയപ്പം കഴിക്കാൻ കറി വേണ്ടാത്തവർക്ക് അല്പം പഞ്ചസാര ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് കഴിച്ച് നോക്കി. വളരെ ടേസ്റ്റാണ്. ഈ 2 രീതിയിലും കഴിക്കാൻ പറ്റും. കറിയുള്ള വേണ്ടുന്നവർക്ക് കറി ഇട്ട് കഴിക്കാം, അല്ലാത്തവർക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.